വളരെ കൗതുകകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. അത് ചേകാടി എന്ന് പറയുന്നത് തന്നെ ഒരു വനഗ്രാമമാണ്. അതായത് പൂർണ്ണമായും വനത്തിൽ ചുറ്റപ്പെട്ട പ്രദേശം. ആ പ്രദേശത്തോട് റോഡ് കടന്നു പോകുന്നു. അതിന്റെ ഒരു ഭാഗത്തായി ഒരു LP സ്കൂൾ. അതിൽ കൃത്യമായ രീതിയിൽ ചുറ്റുമതിലുണ്ട്, ഗേറ്റുണ്ട്. ഗേറ്റ് കടന്നാണ് കാട്ടാനക്കുട്ടി എത്തിയത്. ഒരു വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞൻ ആനക്കുട്ടിയാണ് വന്നത്. അത് നേരെ ഈ ഗേറ്റിന്റെ ഉള്ളിലൂടെ കയറി വരാന്തയിൽ നിലയുറപ്പിച്ചു. ഏതാണ്ട് ഒരു 10 മിനിറ്റോളം ആനക്കുട്ടിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനുശേഷം ഈ കുട്ടികളെ മുഴുവൻ പൂർണ്ണമായി പഠനമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പൂർണ്ണമായും സ്കൂളിനകത്താക്കി അധ്യാപകരടക്കം വാതിൽ അടച്ചിടുകയാണ് ഉണ്ടായത്. കാട്ടാനക്കുട്ടി അവിടെ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല പല ഭാഗത്തും അതിന്റെ സ്കൂൾ കോമ്പൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കറങ്ങി നടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചു. വേഗത്തിൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം അവർ നേരെ ഈ കാട്ടാനക്കുട്ടിയെ അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടം തെറ്റി എത്തിയതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിരന്തരം കാട്ടാനകളൊക്കെ ഇറങ്ങുന്ന മേഖലയാണ് ഈ ചേകാടി എന്ന് പറയുന്നത്. പൂർണ്ണമായും വനത്താൽ ചുറ്റപ്പെട്ട ഏതാനും ആദിവാസി ഊരുകൾ മാത്രമുള്ള പ്രദേശമാണ്. പുൽപ്പള്ളിയിൽ നിന്ന് ഈ ബാവലിയിലേക്കെല്ലാം തന്നെ പോകുന്ന ഒരു വഴി ഈ കാട് വഴിയിലൂടെയുണ്ട്. അതിന്റെ ഓരത്തായാണ് ഈ വിദ്യാലയം ഉള്ളത്. അവിടേക്കാണ് ഈ കാട്ടാനക്കുട്ടി കടന്നു വരികയും ഏതാണ്ട് അല്പസമയം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അതിനെ തിരിച്ച് ആ കൂട്ടത്തിലേക്ക് പറഞ്ഞയക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.